ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഒളിവിൽ പോയതിനെ തുടർന്ന് കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചു. ബോൾഗാട്ടി പാലസിൽ ശനിയാഴ്ച നടത്താനിരുന്ന ഓണം ലൈവാണ് മാറ്റിവെച്ചത്. വിവരങ്ങളുമായി അശ്വിൻ ചേരുന്നു. അശ്വിൻ, ഈ പരിപാടിക്ക് വേടൻ എത്തിയാൽ വേടനെ അവിടെ വെച്ച് അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയായിരുന്നു പോലീസ്. എന്തായാലും അത് ഈ ശനിയാഴ്ചയാണ് നമ്മുടെ വേടന്റെ ഓണം എന്നുള്ള ഒരു പ്രോഗ്രാം ഇവിടെ കൊച്ചിയിൽ വെച്ച് നടക്കാനുള്ളത്. പക്ഷെ അദ്ദേഹം അവിടെ വെച്ച് പോലീസ് പിടിക്കാൻ വേണ്ടിയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് നിമിഷം വെച്ച് അത് ക്യാൻസലാവുകയും എന്തുപറ്റി, ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. കാര്യം എന്തെന്നറിയാലോ, ഒരു ഡോക്ടർ പീഡന പരാതി അതായത് വേടനെതിരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴും നടന്ന കേസല്ല, 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. അത് ഇപ്പോഴാണ് കുത്തിപ്പൊങ്ങി വരുന്നത്. ഇത്രയും നാൾ അദ്ദേഹം ആ ഇര കോമയിലായിരുന്നു. അപ്പം പിന്നെ ഇപ്പം ഒരാൾ, ഇപ്പം ഞാൻ വേറൊരു ആളെന്ന് വിചാരിച്ചോ, ഉപദ്രവിച്ചു, എപ്പോഴും കേസ് കൊടുക്കും, ഉടനെ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും മാരകമായിട്ട് എന്തെങ്കിലും പരിക്കുകൾ പറ്റി ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ എന്തെങ്കിലും അതിലൊരു ഡിലേ വരത്തുള്ളൂ. ഇപ്പം പറയാൻ പറ്റാത്ത, ആരാണ് ചെയ്തതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ. അതൊന്നുമല്ല. തമ്മിൽ രണ്ടുപേരും ഒരു റിലേഷൻ ടൈപ്പ് ആയിരുന്നു മുമ്പ്. അതിനെ പിരിഞ്ഞ് ഈ വർഷങ്ങൾക്ക് മുമ്പ് വേടന് ഇപ്പൊ കാണുന്ന ഒരു പ്രശസ്തിയോ പണമോ അങ്ങനത്തെ ഒരു കേസും ഇല്ല. ഇതൊക്കെ ഒരു ലെവലായപ്പോൾ പതുക്കെ കുത്തിപ്പൊക്കി ഇങ്ങ് വന്നു, വേട എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെട്ടത്. പറയുന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ ഇതിപ്പോ ഒരു ട്രെൻഡ് ആണെന്ന് തോന്നുന്നു, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഇത് ഇങ്ങനെ വാഗ്ദാനം നൽകുമ്പോൾ തന്നെ എന്തിനാണ് നിങ്ങളെ പോലുള്ള ഓരോരുത്തരൊക്കെ പീഡനം എന്ന് പറഞ്ഞതാണ് മനസ്സിലാവാത്തത്. അല്ലെങ്കിൽ അതിലേക്ക് എന്തിനാണ് സമ്മതിക്കുന്നത്? അതിന് ശേഷം ചെയ്താൽ പോരെ. ഇപ്പം ഞാൻ എന്നിട്ട് പിന്നെ അതിന് ശേഷം എന്തിനാണ് പറഞ്ഞത്? ഇപ്പൊ ഞാൻ മാത്രം പറയുകയാണെങ്കിൽ പിന്നെ ഓരോരുത്തർ പറയും സ്ത്രീകൾക്കല്ലേ കറക്റ്റായിട്ട് അതിന്റെ ഒരു ഇത് വശം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്ത. ഇത് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിപ്പോ കേസ് കൊടുത്തത് അതിന്റെ ഇവിടെ എന്താണ് കാര്യമുള്ളത്? അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശം ഇല്ലാത്ത ഒരു കേസ് അതിനകത്ത് വരത്തില്ല. അത് തന്നെ. ഓരോരോ പ്രശ്നങ്ങൾ മാറി വരുമ്പം ഇതുപോലത്തെ ഓരോ കേസുകളായിട്ട് വരും. അതിന് തെളിവ് വേറെ ഒന്നുമില്ല, ആൾക്കാരെ മുഖം പോലും കാണത്തില്ല. പക്ഷെ ആർക്കെതിരെയാണോ കേസ് കൊടുത്തിട്ടുള്ളത് അവരുടെ വീടടക്കം, അവരുടെ അമ്മയടക്കം, അച്ഛനെ അടക്കം, ഈ ഒരു കേസിലല്ല, ബാക്കിയുള്ള സാധാരണക്കാരായ കേസിൽ വരുമ്പോൾ എവിടെ ഏത് സ്കൂളിൽ പഠിപ്പിച്ച് ഏത് സാറ് പഠിപ്പിച്ചു എന്നുള്ള വരെ എല്ലാ ചാനലിലും വരും. പക്ഷെ നിരപരാധി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഏതിലെങ്കിലും വരുമോ? ഇല്ല. പക്ഷെ ഇര അപ്പോഴും മുഖവും പൊത്തി ഇങ്ങനെ ബാക്ക് തിരിഞ്ഞിട്ടായിരിക്കും മിക്ക വീഡിയോസിലും വരുന്നത്. ഒന്നും അറിയാൻ പറ്റില്ല. അവര് എല്ലാം കഴിഞ്ഞ് അത്രയും ഉള്ള ഒരു മാനസികമായിട്ടുള്ള ഇതിപ്പം പല കേസുകളുണ്ട്. ഈ കേസിൽ ഇപ്പം നമുക്ക് ഇനി കുറച്ചും കൂടെ മുന്നോട്ട് പോയാലേ കറക്റ്റായിട്ടുള്ള കാര്യം അറിയാവൂ. ചില നിരപരാധിയായിട്ടുള്ള കേസുകളിൽ അത്രയും നാൾ അവർ അനുഭവിച്ചതിന് ശേഷമായിരിക്കും സത്യം പുറത്തു വരുന്നത്. അപ്പം പക്ഷെ ആ വരുന്ന സത്യം എവിടെയെങ്കിലും അറിയാൻ പറ്റുമോ? ഒരിക്കലും അറിയത്തില്ല. അതേപോലെയാണ് ഇപ്പൊ ഈ വേടന്റെ ഈ കേസിന് ഇപ്പൊ എന്താവുമെന്ന് അറിയത്തില്ല. കൂടുതൽ തെളിവ് പറയുന്നത് ഇപ്പം ഇനിയിപ്പോ എന്നാണ് ഇനിയിപ്പം പുറത്ത് ഇനി ബാക്കി വന്ന് ഇനി ബാക്കിയുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മാത്രമേ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന്റെ ബാക്കി കാര്യങ്ങളും വശങ്ങളൊക്കെ ഇതിലോട്ട് പോകത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ ഒരു എന്താ പറയാ, ഒരു ട്രെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് മുമ്പ് നിവിൻ പോളി നടന്റെ ആ ഒരു കേസിനകത്തും സെയിം ഇത് തന്നെയായിരുന്നു. അത് എവിടെ നിന്നാണ് പൊട്ടിമുളച്ച് വന്നതെന്ന് അറിഞ്ഞൂടാ. വന്നു, കേസ് കൊടുത്തു, കുറച്ച് കഴിഞ്ഞു, ആ ഒരു കോലാഹലം കഴിഞ്ഞു. ആ ഒരു സമയം ഭയങ്കര എല്ലാ വീഡിയോയിലും എല്ലാ ന്യൂസുകളിലും ഇത് തന്നെയായിരുന്നു വിഷയം. അത് കാണൂല. അത് കഴിഞ്ഞത് ഇപ്പൊ അടുത്ത ഒരു വേടന്റെ വിഷയം വന്നിട്ടുണ്ട്. ഇപ്പം കാരണം ഇപ്പം ഒരു സോഷ്യൽ മീഡിയ നോക്കിയാലും ബാക്കി എല്ലാത്തിനും നോക്കി വേടനാണ് ഇപ്പം കുറച്ച് ഇതായിട്ട് റീച്ചായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ഇതിനെതിരെ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമോ വേറെ എന്തെങ്കിലും ഗൂഢാലോചനകളോ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇത്രയും പെട്ടെന്ന് വന്നിട്ട് ആ ഒരു ഹാർഡ് വർക്ക് ചെയ്ത് വന്നിട്ട് പെട്ടെന്നൊരു വല്ലാത്തൊരു ഉയർച്ചയായിരുന്നു ഈ ഒരു ഇതില്. അത്രത്തോളം എന്താ പറയാ, ഇപ്പം യുവ ആൾക്കാർക്കിടയിലൊക്കെ ഭയങ്കര ഒരു ഇതായിട്ടുള്ളതായിരുന്നു വേടൻ. പിന്നെ അതിന്റെ ഇടയിൽ ജസ്റ്റ് ആ ഒരു കേസിൽ മാത്രം പക്ഷെ അതിനെ തെറ്റിതിരുത്തി ആ ഒരു എല്ലാം ചെയ്യാന്നുള്ള ഒരു ഓപ്പൺ ആയിട്ട് തന്നെ ആ ഒരു മീഡിയയിലായിക്കൊണ്ട് പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. കയറി വന്നതിന് ശേഷമാണ് ഈ ഒരു പുതിയ ഡോക്ടറുടെ ഒരു എന്താ പറയാ കേസ്, ആ രംഗപ്രവേശനം വരുന്നത്. അപ്പം എനിക്ക് വേറൊന്നും പറയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എന്തെങ്കിലും അല്ല, ഇത് പറയാൻ പറ്റത്തില്ല. ഇത് എന്തെങ്കിലും വൈകി തന്നെ പെട്ടെന്ന് പോലീസ് ഇപ്പൊ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അന്വേഷിച്ചിട്ട് ഈ ഒരു കാരണം
ഇങ്ങനത്തെ ഒരു കേസ് വന്നാലേ നീ ഇപ്പൊ എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം ഡയറക്റ്റ് ആയിട്ട് എനിക്കെതിരെ ആക്ഷനാണ് വരുന്നത്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ പവർ ആർക്കാണുള്ളത്? സ്ത്രീകൾക്കാണ് അവിടെ ഉള്ളത്. അവരെ വോയിസിനായിരിക്കും ഏറ്റവും കൂടുതൽ മുൻപന്തി ഉള്ളത് നമ്മളെ കാട്ടി. ഇത്രയും വർഷം എന്തിനാണ് അവർ കാത്തിരുന്നത്? അവരെനിക്ക് തോന്നുന്നു അവര് കോമയിലായിരുന്നു തോന്നുന്നത്, അവര് ഉറക്കത്തിലായിരുന്നു. അവർ ഇപ്പോഴായിരിക്കും ബോധോദയം വന്നത്. അന്ന് എന്നെ പീഡിപ്പിക്കുകയാണല്ലോ ചെയ്തതെന്നുള്ളത് ഇപ്പോഴാണ് അവർക്ക് ബോധോദയം വന്നത്. അതുകൊണ്ടാണ് ഇവർ ഇപ്പൊ വന്ന് കേസ് കൊടുത്തത്. അത് ഇനി അവരുടെ അടുത്ത് തന്നെ നേരിട്ട് വന്ന് ചോദിക്കണം. ഇതിന് വേറെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എത്ര നാൾ വരെ പോകും എന്നുള്ളതാണ്. എനിക്ക് 2-3 ഒരു മാക്സിമം പോയി കഴിഞ്ഞ ഒരു 3 വീക്സിനുള്ളിൽ തന്നെ ഇതിന്റെ കാര്യം നോക്കിയോ സോർട്ട് ഔട്ട് ആയിട്ട് അങ്ങ് പോകും. ഇത് ഓരോരുത്തർക്കും എന്തെങ്കിലും ബെനിഫിറ്റ് കാണും, അല്ലെങ്കിൽ ഇതെന്തെങ്കിലും തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയായിരിക്കും. ഇത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, ഇപ്പൊ ഈ ശനിയാഴ്ച ഒരു പ്രോഗ്രാം ഓളോ എന്ന് പറഞ്ഞിട്ട് നടക്കായിരുന്നതാണ്. അപ്പൊ അത് ഡ്രോപ്പ് ഔട്ടായി. അങ്ങനെ ഓരോരുത്തർ അവരെ ഇതിന് സാമ്പത്തികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനത്തെ ഒരു കേസ് കൊണ്ട് വരും. എനിക്ക് തോന്നുന്നു ഇതിന്റെ എതിരെ തന്നെ ഇവർക്കെതിരെ മാനനഷ്ടത്തിനും കൂടെ കേസ് കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇത് വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്നറിയാവോ, ഇങ്ങനത്തെ കേസുകൾ ഇങ്ങനെ പലതും ഈ ഫേക്ക് ആയിട്ടുള്ള വരുമ്പോൾ ഇപ്പം റിയൽ ആയിട്ട് വരുന്നതും ഫേക്കും രണ്ടും കൂടെ അങ്ങ് മിക്സപ്പ് ആയിപ്പം ഏത് ആണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് മനസ്സിലാവാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരും. അതിന്റെ ഇടയിൽ തെറ്റുകാരായിട്ടുള്ള ആൾക്കാർ രക്ഷപ്പെടുകയും ചെയ്യും. പിന്നെ ഈ പരസ്പര സമ്മതത്തോടെ മുൻകാലങ്ങളിൽ ചെയ്തതിനു ശേഷം പിന്നീട് അതിനെതിരെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് ആയിട്ട് വരുന്നതിൻ്റെ അടുത്ത് എനിക്കൊട്ടും യോജിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു സ്ത്രീ യുവതി എന്നുള്ള നിലയ്ക്ക് എന്താണ് പറയാനുള്ളത്? പീഡനവും ഇഷ്ടത്തോടെ ചെയ്യുന്നതൊക്കെ രണ്ടാണ്. അപ്പം പീഡന ശ്രമമാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാം. ഇത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ ഒരു കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നത്. അതിലെനിക്ക് അത് യോജിപ്പില്ല. എന്താണ് ഇങ്ങനെ ചെയ്തതെന്നും അറിയില്ല. വലിയ നിലയിലായത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കേസ്. അതായിരിക്കും. പക്ഷെ അവര് ഈ ഡോക്ടർ അവരെങ്ങനെയാണെന്നോ ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന ഇനി എന്തായാലും കണ്ടറിയാം. ഇതിപ്പം വേട്ടനായിട്ട് ഇങ്ങനെ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും തൂക്കിയെടുത്ത് ഇടിയും കൊണ്ട് നട്ടല് ഓടിച്ചിട്ടായിരിക്കും വിടുന്നത്. അപ്പൊ അതിനുശേഷമായിരിക്കും ഇപ്പം ഈ ഒരു ഇടയ്ക്ക് തന്നെ വേറെ ഒന്നുണ്ടായിരുന്നു. ഒരു യുവതി ഒരു പ്രായമുള്ള ആൾക്കെതിരെ ഇതുപോലെ കാമുവിനെ എന്തോ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ് അദ്ദേഹം ഒരു പ്രായം നമ്മളൊരു അച്ഛന്റെ പ്രായം വരും, ഒരു എനിക്കൊന്ന് 285 ദിവസമോ 275 ദിവസമോ ജയിലിലായിരുന്നു. അതിനുശേഷമാണ് ഇത് അസത്യമാണെന്ന് അറിഞ്ഞ് റിലീസ് ചെയ്ത് വിട്ടു. അപ്പൊ അത്രയും ദിവസം അദ്ദേഹം അനുഭവിച്ച മാനസിക ആ ഒരു ഇതും അതിന് എന്തിതാണുള്ളത്? ഇപ്പം ഇൻസ്റ്റ ഫ്രണ്ടായിട്ട് ചാറ്റ് ചെയ്ത് അത് പണ്ട് നടന്ന കാര്യം അത് ഇപ്പൊ കുത്തി കൊണ്ടുപോകേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ലായിരുന്നു. വലിയ നല്ലൊരു നിലയിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം അവരിങ്ങനെ അതുപോലെ എന്താ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു 275 ദിവസം ആ ഒരു പ്രായങ്ങളിൽ ജയിലിൽ കിടന്ന് ഇതുപോലെ ഒരു യുവതി അലിഗേഷൻ ജസ്റ്റ് ഇത് കള്ളം പറഞ്ഞാണ് കാമുവിനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹമാണ് ജയിലിൽ കിടന്നത്. അപ്പൊ അദ്ദേഹം ഇത്രയും നാൾ അനുഭവിച്ച ആ ഒരു കഷ്ടതകളും ഇതിനും ആർക്കാണ് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത്? ഇപ്പം അങ്ങനെ വരുമ്പോൾ ഈ കള്ളക്കേസ് കൊടുത്ത് അവര് ആദ്യം ഓൺ ദ സ്പോട്ട് സർനടി ജയിലിൽ പിടിച്ചിടയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നുണ്ടോ? അതുമില്ല. ഇപ്പൊ പോയപ്പോ ആർക്ക് നഷ്ടം? ഈ ഫേക്ക് ആയിട്ട് വന്ന് ആ ഒരു ചെയ്യാത്ത തെറ്റിന് കുറെ പേരൊക്കെ ശിക്ഷ അനുഭവിക്കുന്നു. അങ്ങനെ ഇപ്പം നാടിന്റെ ഇപ്പൊ ഒന്നും കുറെ പേരുണ്ട് അവരത്തൊക്കെ ഒന്ന് എന്താ പറയാ സമീപിക്കുമ്പോഴേ ശ്രദ്ധിക്കും, വളരെയധികം ശ്രദ്ധിക്കും. 1-2 തിരിഞ്ഞങ്ങോട്ട് വീണ്ടും പറഞ്ഞു വരും. നമ്മളെ രക്ഷ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മള് ഇല വന്ന് അല്ല കുഴപ്പമില്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അതല്ലല്ലോ. സമ്മതമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ വിവാഹ നൽകി പീഡിപ്പിച്ചു തുറന്നിട്ട് കേസ് തകർത്ത് പോവുകയല്ലേ ചെയ്യുന്നത്. അതല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു അവർക്ക് കേസ് കൊടുക്കാൻ തോന്നിക്കാണും. കേസ് കൊടുക്കാം, കൊള്ളാം. എന്തായാലും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ കൊടുത്തിരിക്കുന്ന കേസ്. 2 വർഷമായ കേസാണ്. കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ലായിരുന്നു. അവർക്ക് ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ ഓരോ കാണാം. എന്തായാലും കണ്ടറിയാം ഇനിയിപ്പം മുന്നോട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ളതെന്നും. നിങ്ങൾക്ക് ഈ അതിനൊക്കെ എത്ര പ്രോഗ്രാമുകൾ മാറ്റിയിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ ആൾറെഡി നേരത്തെ ഇത് കുറച്ച് ദിവസമായിട്ട് ഫുൾ മീഡിയ നോക്കിയാലും എല്ലാത്തിലും ഇത് ഈ ഒരു വിഷയം തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഈ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളിപ്പോ ആരുടെ ഭാഗത്താണ്? ഇപ്പൊ വേടന്റെ കൂടെയാണോ അതോ ഡോക്ടറിന്റെ കൂടെയാണോ? എനിക്ക് അതിനിപ്പം കുറച്ചും കൂടെ വേടനിപ്പം വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ കുറച്ചും കൂടെ
അവരെല്ലാം കാണുമല്ലോ അതിൻ്റെതായ തെളിവുകളും ബാക്കി കാര്യങ്ങളൊക്കെ. അത് വരുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു പിക്ചർ കിട്ടും. അപ്പൊ അതുവരെ നമുക്കിപ്പം ആരെയും പഴിയാഴ്ച കൂടുതലായിട്ട് അങ്ങ് പറയണ്ട. ഒരു ജെന്യൂൻ ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ഇപ്പം നിലവിലെ ഒരു സാഹചര്യങ്ങളിലും തെറ്റൊന്നും പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഇതുവരെ പറഞ്ഞത് നിലവിൽ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇത്. വിവാഹ വാഗ്ദാനവും പീഡനവും ജയിലും. ബൈ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.